ഹലോ! എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ. നല്ല വെറൈറ്റി ഒരു ഐറ്റമാണ് കേട്ടോ. കോളിഫ്ലവർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ വെച്ചിട്ടൊരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ കട്ട്ലറ്റൊക്കെ കഴിക്കില്ലേ, അതിൻ്റെ വേറൊരു വേർഷനാണ് കേട്ടോ. ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീഡിയോ അവസാനം വരെ കാണണേ. ഒരു ടിപ്പ് കൂടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ കോളിഫ്ലവർ എടുക്കുക. ഇത് മുഴുവനായിട്ട് വേണ്ട. ഇതിൽ കുറച്ച് പാർട്ട് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൽ നല്ല പുഴുവൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല മഞ്ഞളും ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ഇട്ട് വെക്കണം. അതിനുശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. എന്നിട്ട് നമ്മൾ ചെറിയൊരിത് വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കണം. ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് എടുക്കുമ്പോഴത്തേക്കും നല്ല ചെറിയ തേങ്ങ തിരുകുന്ന ഒരു ടൈപ്പില്ലേ, അതേപോലെ നമുക്ക് കോളിഫ്ലവർ കിട്ടും കേട്ടോ. ഇങ്ങനെ ചുരണ്ടി നല്ല രീതിയിൽ കുറച്ച് ഒരു ചെറിയ പാർട്ട് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ കഴുകി വൃത്തിയാക്കി അതിന് ശേഷം മാത്രമേ എടുക്കാവൂ. നല്ല വിഷമാണിതിൽ. അടുത്തതായി നമുക്ക് വേണ്ടത് ബണ്ണാണ്. ഒരൊറ്റ ബണ്ണാണ്. ആ ബണ്ണൊന്ന് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടണ്ട. അതൊന്ന് മെൽറ്റ് ആവുന്നത് വരെ രണ്ടായിട്ട് പിച്ചി കീറി അതൊന്ന് സോഫ്റ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളം ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കാതെ ഇത് വെച്ചാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് മൊരിഞ്ഞ സ്നാക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു ഐഡിയ നല്ലതല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുത്ത കോളിഫ്ലവറിൻ്റെ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ മതിയാവും. അതെല്ലാം എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് സവോള ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കറിവേപ്പില ഉണ്ടല്ലോ, അതിങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് എരിവിന് പച്ചമുളക് ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. പിന്നെ മയണൈസ് ഉണ്ടല്ലോ, മയണൈസ് ചേർക്കുമ്പോൾ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് സോയാ സോസ്, നല്ല ഡാർക്ക് സോയാ സോസാണ് ഞാൻ ചേർത്തത്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല കുഴാന്ന് കുഴഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഇതിനെ മിക്സ് ചെയ്തിട്ട് ഉപ്പെല്ലാം കറക്റ്റ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അധികം പണികളൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ഷേപ്പർ ഉണ്ടെങ്കിൽ അതിങ്ങനെ മാവ് അതിനകത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ആ ഷേപ്പിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ? അപ്പം നമ്മളിങ്ങനെ കറക്റ്റ് ഒരു ഷേപ്പായിട്ടൊക്കെ ഉണ്ടാക്കി കിട്ടുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഷേപ്പർ എടുത്തിട്ട് അതിങ്ങനെയൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. നല്ല നല്ല രസമാണ് ഉണ്ടാക്കി വരുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ അതും കൂടെ കാണുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒന്ന് കഴിക്കാനും ഒക്കെ തോന്നും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഒരു 5-6 എണ്ണം നമുക്ക് അത് വറക്കാനുള്ള പരുവത്തിന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് മുഴുവനായിട്ട് വറുത്തെടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തിയാണ് കേട്ടോ. നല്ല കോളിഫ്ലവറൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ സ്നാക്കാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ. നല്ല ടേസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് അവരെന്തായാലും വിടില്ല. കട്ട്ലറ്റ് പോലെ ഇരിക്കും. നല്ലൊരു ഹെൽത്തി സ്നാക്കും കൂടാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇത് ഹെൽത്തി ആയിട്ടുള്ള രാവിലെ കൊടുക്കാനും അധികം എണ്ണയൊന്നും ഇല്ലാതെ ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ പാനിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയർ ചെയ്യാനും ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഒരു സ്നാക്ക് റെഡിയായില്ല. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ ഒരു ഹെൽത്തി സ്നാക്ക് റെഡിയായി. അപ്പം എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ടാണ് എൻ്റെ ചാനൽ ഫുള്ളും ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പം എല്ലാവരും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇനി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.